ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സക്സസ് അക്കാഡമി കൊച്ചി. എൻ്റെ പേര് ആശിഷ് മാത്യു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്നാന്ന് വെച്ചാൽ ബാങ്കിങ് അവയർനെസ്സിൻ്റെ കറണ്ട് അഫയേഴ്സ് അല്ലേ, ഫോർ നവംബർ അല്ലേ. അപ്പോൾ നമുക്കറിയാം അല്ലേ, ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് അറിയാം ഏതാണ് ബാങ്കിൻ്റെ മെയിൻസ് എക്സാമിൽ അല്ലേ ജനറൽ അവയർനെസ് എന്നൊരു ടോപ്പിക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് കറണ്ട് അഫയേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ബാങ്കിങ് അവയർനെസ്സും ഉണ്ട് അല്ലേ. സ്റ്റാറ്റിക് പാർട്ടുണ്ട്, അല്ലാതെ തന്നെ ബാങ്കിങ് അവയർനെസ്സിൻ്റെ ഡെയിലി കേസസിന് ചോദിക്കാറുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നതിനാണ് നവംബർ ബേസ് ചെയ്തുള്ള കേസസ് ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് തന്നെ പോകാം. ഫസ്റ്റ് നമുക്കിവിടെ തന്നേക്കുന്നതിനാണ് ഫസ്റ്റ് നബാർഡ് പ്രൊവൈഡഡ് 8504.30 lakhs ഓക്കെ ഫ്രോം RIDF ടു ദ ഗവൺമെൻറ് ഓഫ് ഗോവ. ഓക്കെ, അപ്പോൾ ഇവിടെ 2-3 സ്റ്റാറ്റിക് പാർട്ട്, ഓക്കെ സ്റ്റാറ്റിക് പാർട്ടും കറണ്ട് അഫയേഴ്സ് നമ്മൾ കമ്പൈൻ ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു RIDF എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് എന്നാന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ഇതിൻ്റെ അബ്രിവേഷൻ എന്നാന്ന് വെച്ചാൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, ഓക്കെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്നാണ് RIDF എന്നാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് വൺ ഓഫ് ദ കൈൻഡ്സ് ഓഫ് നബാർഡിൻ്റെ ഒരു ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് ഈ മാക്സിമം യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഒരു റൂറൽ ഏരിയ എടുത്തിട്ട് ആ റൂറൽ ഏരിയ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ വർക്ക്സ് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ടിൽ നിന്നായിരിക്കും അതിൻ്റെ അമൗണ്ട് സാങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എത്രയാണ് സാങ്ഷൻ ചെയ്തേക്കുന്നത് അതാണ് നമ്മളോട് എക്സാമിൽ ചോദിക്കുന്നത്. ഓക്കെ, 8504.30 ഓക്കെ നബാർഡാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഏത് ഗവൺമെൻറ്റിനാണ്? ഗവൺമെൻറ് ഓഫ് ഗോവ. ഓക്കെ, പിന്നെ ഇതിന് സ്റ്റാറ്റിക്കായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന തന്നെയാണ് നബാർഡിൻ്റെ ചെയർമാനാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം. ആരായിരിക്കും? ഓക്കെ, ആരാണ്? ഡോക്ടർ GR ചിന്താല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ആരാണ് പ്രസൻറ്റ് ചെയർമാൻ ഓഫ് നബാർഡ്? ഡോക്ടർ GR ചിന്താല. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ സ്റ്റാറ്റിക് കേസസ് എന്തൊക്കെയാണ് നോക്കിയത്? മെയിൻ ന്യൂസ് തന്നെയാണ് നബാർഡ് പ്രൊവൈഡഡ് 8504.30 lakhs ഓക്കെ ടു ഗവൺമെൻറ് ഓഫ് ഗോവ. ഓക്കെ, പിന്നെ നമ്മൾ എന്നാ നോക്കി? RIDF എന്നാന്ന് നോക്കി. ഓക്കെ, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. പിന്നെ നമ്മൾ നോക്കിയതാണ് നബാർഡിൻ്റെ ചെയർമാൻ ആര്? ഓക്കെ, കറൻ്റ്ലി ആരാണ് നബാർഡിൻ്റെ ചെയർമാൻ? ഡോക്ടർ GR ചിന്താല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓക്കെ സെക്കൻഡ് ന്യൂസിലോട്ട് പോവാം. ഓക്കെ, സെക്കൻഡ് ന്യൂസ് എന്നാണ്? ഗവൺമെൻറ് ഹാസ് പ്രൊവൈഡഡ് 670 CR ടു RRBs ടു മീറ്റ് ദ റെഗുലേറ്ററി ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇപ്പോൾ നമ്മുടെ RRBs ഓക്കെ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അവർ ഒരു പത്തറ്റിക് സിറ്റുവേഷനിലാണ് അല്ലേ, ഹോപ്പ്ലെസ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ. കാരണം മാക്സിമം അവർക്ക് കിട്ടാക്കടമാണ്. ഓക്കെ, ഒത്തിരി കിട്ടാനുണ്ട്. കാരണം ഇവർ മെയിനായിട്ട് ആരുമായിട്ട് ഡീൽ ചെയ്യുന്നത്? ഫാമേഴ്സുമായിട്ടാണ്. ഓക്കെ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട്. അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലാണ് ഈ ബാങ്ക് മാക്സിമം സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ, അത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ കിട്ടാക്കടം കൂടുതലാണ്. അപ്പം RRBസിനൊരു CRAR ലിമിറ്റ് ഓക്കെ ഇങ്ങനെയൊരു സംഭവമുണ്ട് അല്ലേ. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്നുള്ളൊരു കേസ് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ CRAR എന്നാന്ന് വെച്ചാൽ ക്യാപിറ്റൽ റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും ഒരു 9% ഓക്കെ 9% മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴത്തെ RRBസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം മാക്സിമം RRBs എന്നാണ്? മൈനസിലാണ്. ഓക്കെ, -2%, 3% അവിടെയാണ്. ഓക്കെ, അപ്പോൾ അത് ഈ 9% ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എത്ര കൊടുത്തേക്കുന്നത്? 670 CR RRBസിലോട്ട് ഇൻഫ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് തന്നെയാണ് ഗവൺമെൻറ് RRBസിൽ എത്ര ഇൻഫ്യൂസ് ചെയ്തേക്കുന്നതാണ് ചോദിക്കുന്നത്. എത്രയാണ്? 670 CR. ഓക്കെ, പിന്നെ നമുക്ക് RRBസിന് ചോദിക്കാൻ പറ്റുന്ന RRBസിൻ്റെ ഡിവിഷൻ ഓക്കെ എത്ര മണിയാണ് ഇൻഫ്യൂസ് ചെയ്തേക്കുന്നത് അത് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. 50% ഓക്കെ 50% ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ഓക്കെ ഇൻഫ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, 100%ൽ 50% സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, പിന്നെ 35% ആരാണ്? സ്പോൺസർ ബാങ്ക്സ് ആണ്. ഓക്കെ, 35% ആരാണ്? സ്പോൺസർ ബാങ്ക്സ് ആണ്. പിന്നെയുള്ള 15% ആരാണ്?
സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഏത് RRB ആണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള എന്ന് വിചാരിക്കും. ഓക്കെ, കേരളത്തിൽ ഒരു RRB മാത്രമേ ഉള്ളൂ. ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 15% ഷെയർ അല്ലെങ്കിൽ ഫണ്ട്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. 50% സെൻട്രൽ ഗവൺമെൻറ് ആണ്. 35% സ്പോൺസർ ബാങ്ക്സ് ആണ്. ഓക്കെ, സ്പോൺസർ ബാങ്ക്സ് ഏതുവാ? SBI, HDFC. ഓക്കെ, അതെല്ലാം സ്പോൺസർ ബാങ്ക്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഓക്കെ, സ്റ്റാറ്റിക് പാർട്ട് നമ്മൾ നോക്കി പോവാണ്. ഈ ഒരു കേസസ് ആയിരിക്കും RRBSന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഏതാണ് മെയിൻ? എത്ര എമൗണ്ട് ഇൻഫ്യൂസ് ചെയ്തെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്? 670 CR ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് തന്നെ പോയിന്റ് ജസ്റ്റ് നോക്കിയേക്കാം. ഓക്കെ, SBI is the first cooperative partner of edX, okay, from India to offer massive online courses. ഓക്കെ, അപ്പോൾ edX എന്നാന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഫോറിൻ കൺട്രിയിലാണ് ബേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ SBI എന്നാണ് അതിൻ്റെ ഫസ്റ്റ് കോപ്പറേറ്റ് പാർട്ട്ണറാണ് ഫ്രം ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കേസസ്, ഓക്കെ, ഫസ്റ്റ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി നമുക്ക് എക്സാംസിന് കാണാം. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാറ്റിക് പാർട്ട് ഏതായിരിക്കും എന്ന് വെച്ചാൽ SBIയുടെ CEO. ഓക്കെ, അപ്പോൾ ആരാണ്? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക, അറിയത്തില്ലെങ്കിൽ. ദിനേശ് കുമാർ. ആരാണ്? ദിനേശ് കുമാർ ഖാര. ഓക്കെ, ദിനേശ് കുമാർ ഖാര. ഓക്കെ, KHARA, കുമാർ ദിനേശ്. ഓക്കെ, ദിനേശ് കുമാർ ഖാരയാണ് SBIയുടെ ഇപ്പോഴത്തെ CEO. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാംസിന് പോകുന്നതിന് മുമ്പ്, ഓക്കെ, ഫോർ എക്സാമ്പിൾ എടുക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം ഫെബ്രുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫെബ്രുവരി 1, ഓക്കെ, ഫെബ്രുവരി 1st വീക്ക് തന്നെ ഒന്ന് നോക്കിയേക്കുക. ഓക്കെ, കാരണം ചിലപ്പോൾ ഈ CEOs ഒക്കെ മാറാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആ കറണ്ട് അഫയേഴ്സ് ഒന്ന് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ അറിയത്തില്ലായിരിക്കും ആരെങ്കിലും മാറുന്ന കേസസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇപ്പോൾ ഒരു മാസം മുമ്പ്, ഒരു മാസം കഴിഞ്ഞ് എക്സാം ആണെങ്കിൽ അതിന് ഒരു മാസം മുമ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് മാറുവാണെങ്കിൽ കുഴപ്പമില്ല, അതിന് മുമ്പ് മാറുവാണെങ്കിൽ എക്സാംസിന് ആ ഒരു മാറ്റം കാണിക്കും. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു പോകുക പേരുകൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആരാണ്? ദിനേശ് കുമാർ ഖറയാണ് ആര്? SBIയുടെ CEO. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്നാ പറഞ്ഞേക്കുന്നത്? HDFC ബാങ്കിനെ പറ്റി. ഓക്കെ, HDFC ബാങ്ക് ഹാസ് വോൺ ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്പനി, ഓക്കെ, അവാർഡ് ഇൻ ദ ഫിനാൻഷ്യൽ സെക്ടർ ഇൻ ഇന്ത്യ ഫോർ ദ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ഇയർ. ഓക്കെ, അപ്പോൾ HDFC ബാങ്കാണ് ഈ അവാർഡ് നേടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നടത്തിയ ആരാന്ന് വെച്ചാൽ ഏഷ്യ മണി എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് നടത്തിയത്. ഓക്കെ, അപ്പോൾ അതിൽ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ഇയറിൽ ആരാ ജയിച്ചേക്കുന്നത്? HDFC ബാങ്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള സ്റ്റാറ്റിക് പാർട്ട് ഏതാണെങ്കിൽ HDFC ബാങ്കിൻ്റെ CEO. ഓക്കെ, അതാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ആരാണ്? ശശിധർ ജഗദീശൻ. ഓക്കെ, അപ്പോൾ ശശിധർ ജഗദീശനാണ് ഇപ്പോഴത്തെ HDFC CEO. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യുക. എന്നാണ് നമുക്ക് ഈ പോയിന്റിൽ എന്നാ മെയിനായിട്ടുള്ളത്? ആരാണ് ജയിച്ചേക്കുന്നത്? ഓക്കെ, ഹു ഹാസ് വോൺ ദ മോസ്റ്റ് കോൺസിക്യൂട്ടീവ് കമ്പനി, ഓക്കെ, മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്പനി അവാർഡ് ഇൻ ദ ഫിനാൻഷ്യൽ സെക്ടർ. ഓക്കെ, അപ്പോൾ നടത്തിയ ആരാണ്? ഏഷ്യ മണി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന് സ്റ്റാറ്റിക് പാർട്ട് നമ്മൾ തന്നെ. ഓക്കെ, HDFC ബാങ്കിൻ്റെ CEO, പ്രസൻറ്റ് CEO ആരാണ്? ശശിധർ ജയകിഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ ജഗദീശനാണ്. ഓക്കെ, അപ്പോൾ ആ സ്പെല്ലിങ്സ് ഒന്ന് നോക്കിയേക്കുക കേട്ടോ. സ്പെല്ലിങ്സ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിയേക്കുക. ഓക്കെ, ജഗദീശനാണ്. ഓക്കെ, ശശിധർ ജഗദീശനാണ് പ്രസൻറ്റ് HDFC CEO. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. ഓക്കെ, അടുത്ത പോയിന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്? ADB. ഓക്കെ, ഹാസ് പ്രൊവൈഡഡ് $132.8 million ലോൺ, ഓക്കെ, ടു മോഡർണൈസ് പവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇൻ മലേഷ്യ. മലേഷ്യ അല്ല, മേഘാലയ. ഓക്കെ, അപ്പോൾ എന്നാ പറഞ്ഞേക്കുന്നത്? ADB എന്നാണ്. അത് ഫസ്റ്റ് നമുക്ക് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ADB എന്നാണ്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഓക്കെ, അവരെന്നാണ് 132.8 million ലോൺ കൊടുത്തേക്കുവാണ്. ആർക്കാണ്? മേഘാലയ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റാണ്, അറിയാമായിരിക്കുമല്ലോ അല്ലേ, മേഘാലയ. അവർക്ക് എന്തിനാണ്? ടു മോഡർണൈസ് പവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് 132.8 million കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ADB. ഓക്കെ, ADBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള പ്രസിഡൻ്റ് ആരാന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കുവാണെങ്കിൽ ADBൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഫിലിപ്പീൻസ് ആണ്. ഓക്കെ,
ഫിലിപ്പീൻസ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, എക്സാമിൽ ചോദിക്കാറുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് അറിയത്തില്ലെങ്കിൽ. ഓക്കെ, പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ പ്രസിഡന്റ് ഇപ്പോൾ ആരാണ്? മസാട്സുഗ അസക്കാവ. ഓക്കെ, അപ്പം പ്രൊണൗൺസിയേഷനിലോട്ട് ഒത്തിരി പോകണ്ട, ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, മസാട്സുഗ അസക്കാവ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഓഫ് ADB. ഓക്കെ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മെയിൻ പോയിന്റ്സ് ആയിട്ടുള്ളത്? ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ഫിലിപ്പീൻസ് ആണ്. പ്രസിഡന്റ് ആരാണ്? മസാട്സുഗ അസക്കാവ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ എന്നാ നോക്കാം, ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് നോക്കി. ഓക്കെ, വിസ ഡിജിറ്റൽ സെക്യൂർ. ഓക്കെ, ഡിജി സെക്യൂർ ആൻഡ് HDFC ബാങ്ക് ഹാസ് ലോഞ്ച്ഡ് വേൾഡ്സ് ഫസ്റ്റ് PCI സർട്ടിഫൈഡ് ടാപ്പ് ടു ഫോൺ കാർഡ് അക്സെപ്റ്റൻസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? വിസ അല്ലേ, നമുക്കറിയാം വിസ കമ്പനി അറിയാം, ഡിജിറ്റ് സെക്യൂർ ആൻഡ് HDFC. ഓക്കെ, ഇവർ 3 പേരെ കൂടിയാണ് എന്താ ചെയ്തേക്കുന്നത്? ഹാസ് ലോഞ്ച്ഡ് വേൾഡ്സ് ഫസ്റ്റ് ലൈവ് PCI സർട്ടിഫൈഡ് ടാപ്പ് ടു ഫോൺ കാർഡ് അക്സെപ്റ്റൻസ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ്? അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് കിട്ടുന്നത്? HDFC ബാങ്കിനെ കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നായിരിക്കണം? അവരുടെ ആൻഡ്രോയിഡ് ഫോൺസിന് എന്നാ കാണണം? ഒരു നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പം HDFC കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത്രയും നോട്ട് ചെയ്യുക. ഇവരെന്നാണ് ചെയ്തേക്കുന്നത്? ലോഞ്ച്ഡ് ഫസ്റ്റ് ലൈവ് PCI സർട്ടിഫൈഡ് ടാപ്പ് ടു ഫോൺ കാർഡ് അക്സെപ്റ്റൻസ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുള്ള ആരാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? HDFC ബാങ്ക്, ഡിജിറ്റ് സെക്യൂറും വിസ. ഓക്കെ, ഇവർ 3 പേരും കൂടിയാണ് വേൾഡ്സ് ഫസ്റ്റ് PCI സർട്ടിഫൈഡ് ടാപ്പ് ഫോൺ കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആൻഡ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഹാസ് സൈൻഡ് ആൻ അഗ്രീമെൻറ്റ്. ഓക്കെ, അപ്പം AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്, അതുപോലെ തന്നെ കെയർ ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ അവരൊരു അഗ്രീമെൻറ്റ് സൈൻ ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം എന്നാന്ന് വെച്ചാൽ AU കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കോർപ്പറേറ്റ് പാർട്ട്ണർ. ഓക്കെ, കോർപ്പറേറ്റ് പാർട്ട്ണറായിരിക്കും എന്നാണ് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കോർപ്പറേറ്റ് പാർട്ട്ണറായിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ആ കോർപ്പറേറ്റ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആരായിരിക്കും? AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ചോദിക്കാറുണ്ട് ആരൊക്കെ തമ്മിലാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. AU സ്മോൾ ഫിനാൻസ് ബാങ്കും കെയർ ഹെൽത്ത് ഇൻഷുറൻസും തമ്മിലാണ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകണം. അടുത്ത തന്നെയാണ് ICICI ബാങ്ക് ഹാസ് ലോഞ്ച്ഡ് IC ബാങ്ക് മിനി. ഓക്കെ, അപ്പോൾ ഇതെന്നാന്ന് വെച്ചാൽ ICICI ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ്. ഓക്കെ, ഏതൊക്കെ കസ്റ്റമേഴ്സാണ്? 18 to 35 ഏജ് ഗ്രൂപ്പ്. ഓക്കെ, 18 to 35 ഏജ് ഗ്രൂപ്പിലുള്ള ICICI ബാങ്കിൻ്റെ പാർട്ട്നേഴ്സിന്. ഓക്കെ, അപ്പോൾ അവർക്കൊരു ബാങ്കിങ് പ്രോഗ്രാം അല്ലെ, അവരുടെ ട്രാൻസാക്ഷൻസും അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ICICI ബാങ്ക് മിനി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏത് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 18 to 35. ഓക്കെ, ആർക്കൊക്കെ കിട്ടുന്നത്? ICICI ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ് ആയിരിക്കണം. ഏജ് ഗ്രൂപ്പ് എത്രയായിരിക്കണം? 18 to 35 ഇയേഴ്സ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കുള്ള അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ICICI ബാങ്ക് മിനി. ഓക്കെ, ആർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? 18 to 35 ഏജ് ഗ്രൂപ്പിൻ്റെ ഇടയ്ക്കുള്ള ICICI ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. സെബി. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഒരു പോയിന്റ് പറയാം അല്ലേ, ICICI ബാങ്കിൻ്റെ CEO. ഓക്കെ, അതും കൂടി ജസ്റ്റ് നമുക്ക് നോക്കിപ്പോയേക്കാം, എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ICICI ബാങ്കിൻ്റെ CEO ആരാണ്? മിസ്റ്റർ സന്ദീപ് ബക്ഷിയാണ്. ഓക്കെ,
സന്ദീപ് ബക്ഷി. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുണ്ട്. അറിയത്തില്ലെങ്കിൽ നോട്ട് ചെയ്തേക്കുക. ICICI ബാങ്കിൻ്റെ CEO ഇപ്പോൾ ആരാണ്? മിസ്റ്റർ സന്ദീപ് ബക്ഷിയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തേക്കുക. ഓക്കെ, മിസ്റ്റർ സന്ദീപ് ബക്ഷിയാണ് ICICI ബാങ്കിൻ്റെ പ്രസൻറ്റ് CEO. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. അടുത്ത തന്നെയാണ് സെബി അല്ലേ. സെബി ഹാസ് ഇൻക്രീസ് ദ ലിമിറ്റ് ഓഫ് FDI ഫ്രോം 30 million to 600 million അല്ലേ. സെബി നമുക്കറിയാം മാർക്കറ്റ് സ്റ്റെബിലിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സെബിയാണ് അല്ലേ. അപ്പോൾ ഇവർ തന്നെയാണ് ഇൻക്രീസ് ദ ലിമിറ്റ് ഓഫ് FDI തന്നെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ല. അത് എത്രയായിരുന്നു? 300 million ആയിരുന്നു. അത് എത്രയാക്കി? 600 million ആക്കി അല്ലേ. അപ്പോൾ നമ്മൾ ന്യൂസ് കണ്ടു കാണും. ഇപ്പോൾ FDI ലിമിറ്റ് കൂട്ടിയായിരുന്നു ഈയിടെ അല്ലേ ഗവൺമെൻറ്. അപ്പം ഇവിടെയും അല്ല പെർസെൻറ്റേജ് വൈസാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പം നവംബറിലെ കറണ്ട് അഫയേഴ്സിൽ എക്സാക്റ്റ് അമൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെ എത്രയായിരുന്നു? 300 million ആയിരുന്നു FDI ലിമിറ്റ്. അത് എത്രയാക്കി? ഇപ്പം 600 million ആക്കി. ഓക്കെ, FDI എന്നാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് FDI എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ ഇവിടെ സെബിയുടെ ചെയർമാൻ. ഓക്കെ, ആരാണ്? നോട്ട് ചെയ്തേക്കുക, അറിയത്തില്ലെങ്കിൽ അജയ് ത്യാഗിയാണ്. ഓക്കെ, അജയ് ത്യാഗി. അവിടെ അറിയാത്തവരൊന്ന് നോട്ട് ചെയ്യുക. സെബിയുടെ CEO ആരാണ്? അജയ് ത്യാഗിയാണ്. ഓക്കെ, അതും ഒരു സ്റ്റാറ്റിക് പാർട്ടിലൊരു ക്വസ്റ്റ്യൻ ആവാം. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകും അല്ല. അടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അല്ല. അടുത്ത പോയിന്റ് തന്നെയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആൻഡ് ടെക് മഹീന്ദ്ര ഓക്കെ ഹാവ് സൈൻഡ് ആൻ അഗ്രീമെൻറ്റ് ഫോർ പ്രോജക്റ്റ് പരിവർത്തൻ. ഓക്കെ, ഇപ്പോൾ പ്രോജക്റ്റ് പരിവർത്തൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആരൊക്കെയാണ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ടെക് മഹീന്ദ്രയും കൂടിയാണ് ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എയറോനോട്ടിക്സ് ഇതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ അമൗണ്ട് എത്രയാണ്? 500 crores ആണ്. ഓക്കെ, പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് പരിവർത്തനിൻ്റെ ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ്? 500 CR ആണ്. ഓക്കെ, 500 crores ആണ്. ഓക്കെ, അപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല ആരൊക്കെ തമ്മിൽ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തതെന്ന് ചോദിക്കും ഫോർ പ്രോജക്റ്റ് പരിവർത്തൻ. ഓക്കെ, അപ്പോൾ ആരൊക്കെ തമ്മിലാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ടെക് മഹീന്ദ്രയും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് നമ്മൾ പോകണം. അടുത്ത തന്നെയാണ് മൈക്രോസോഫ്റ്റ് ഇന്ത്യ ആൻഡ് NSDC ഓക്കെ ആർ ഗോയിങ് ടു പ്രൊവൈഡ് 1 lakh അൺഡിസേർവ്ഡ് യങ് വുമൻ ഇൻ ഇന്ത്യ വിത്ത് ഡിജിറ്റൽ സ്കിൽസ് അല്ലേ. അപ്പോൾ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. എന്നാണ് മൈക്രോസോഫ്റ്റ് ഇന്ത്യയും NSDC എന്നാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് NSDC. അവരെന്നാ ചെയ്യാൻ പോകുന്ന ഒരു 1 lakh അൺഡിസേർവ്ഡ് വുമൻ എന്ന് പറഞ്ഞാൽ എന്നാണ് അല്ലേ, ഡിസേർവ് അല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ലോ അല്ലേ, ഫിനാൻഷ്യലി അതൊരു സൗണ്ട് അല്ലാതെ അല്ലേ, അവർക്ക് ഒത്തിരി എന്നാ എഡ്യൂക്കേഷൻ ഇല്ലാതെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള വുമൻ അല്ലേ. അപ്പോൾ അവർക്ക് എന്നാണ് 1 lakh എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1 lakh വുമൻ അൺഡിസേർവ്ഡ് വുമന് ഡിജിറ്റൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞേക്കുന്ന 10 മാസം 10 months ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല, സ്റ്റാർട്ടാകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക ആരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൈക്രോസോഫ്റ്റ് ഇന്ത്യയും NSDC. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഇന്ത്യയും NSDCയും കൂടിയാണ് 1 lakh അൺഡിസേർവ്ഡ് വുമന് ഡിജിറ്റൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് കിടക്കാം അല്ലേ. അടുത്ത പോയിന്റ് എന്നാണ് ഭാരതി ആക്സ ഇൻഷുറൻസ് ഹാസ് സ്റ്റാർട്ടഡ് എ ക്യാമ്പയിൻ ക്യാൻസർ സെൻസ് നോ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതി ആക്സ ജനറൽ ഇൻഷുറൻസ് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അതിൻ്റെ പേര് തന്നെയാണ് ക്യാൻസർ സെൻസ് നോ നോട്ടിഫിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ അല്ല ആൾക്കാരുടെ ഇടയിൽ അല്ലേ കൂടുതൽ അവയർനെസ് കൊടുക്കാനാണ്. ഓക്കെ, ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ അല്ലേ അതിൻ്റെ സിംറ്റംസ് വരുമ്പം തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലാനും അല്ലെങ്കിൽ ക്യാൻസറിനെ പറ്റിയുള്ള കുറേയും കൂടി അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്യാമ്പയിൻ എക്സാമിൽ ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ക്യാൻസർ സെൻസ് നോ നോട്ടിഫിക്കേഷൻ ക്യാമ്പയിൻ ആരാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ തന്നെ ആയിരിക്കും ഭാരതി ആക്സ ജനറൽ ഇൻഷുറൻസ് ആണ്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കുന്നത് തന്നെ ആയിരിക്കും ഭാരതി ആക്സ ജനറൽ ഇൻഷുറൻസ്
ഏത് ക്യാമ്പയിനാണ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ ഇത് കാണും, ക്യാൻസർ സെൻസ് നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആ 2 പോയിൻറ്റ്സ് ഒന്ന് ഈസിയാണ് അല്ലേ, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മൾ അടുത്ത പോയിന്റ് നോക്കുവാണ്, അതും ഭാരതീയ ആക്സ ജനറൽ ഇൻഷുറൻസിൻ്റെ അല്ലേ റിലേറ്റഡ് തന്നെയാണ്. നോക്കാം. ഭാരതീയ ആക്സ ജനറൽ ഇൻഷുറൻസ് ആൻഡ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് അല്ലേ ഹാവ് സ്റ്റാർട്ടഡ് സ്മോൾ ഡ്രൈവ് പ്രൈവറ്റ് കാർ ഇൻഷുറൻസ്. ഓക്കെ, അപ്പം പ്രൈവറ്റ് കാർ ഇൻഷുറൻസ് കൊടുക്കുവാണ്. ആരൊക്കെയാണ്? ഭാരതീയ ആക്സ ജനറൽ ഇൻഷുറൻസ് ആൻഡ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കൂടിയാണ് എന്നാണ് സ്മാർട്ട് ഡ്രൈവ് പ്രൈവറ്റ് കാർ ഇൻഷുറൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും എക്സാമിൽ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ആരൊക്കെ തമ്മിലാണ്? ഭാരതീയ ആക്സ ഇൻഷുറൻസും എയർടെൽ പേയ്മെൻറ്റ് ബാങ്കും കൂടി കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. ഓക്കെ, ഇക്വിറ്റീസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഹാവ് സ്റ്റാർട്ടഡ് ഇവ. ഓക്കെ, എ യുണീക്ക് വുമൻസ് സേവിങ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റീസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നമുക്കറിയാം ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചെന്നൈ. ഓക്കെ, ഇടയ്ക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാറുണ്ട് തമിഴ്നാട്. ഓക്കെ, ചെന്നൈ തമിഴ്നാടുവിലാണ് ഇക്വിറ്റീസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവർ തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇവ എന്ന് പറഞ്ഞൊരു അത് തന്നെയാണ്, ഒരു യുണീക്ക് വുമൻസ് സേവിങ് അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊരു ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ അവരൊരു തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാരാന്ന് വെച്ചാൽ സ്മൃതി മന്ദാന ആണ്. സ്മൃതി മന്ദാന. ഓക്കെ, അപ്പോൾ എന്നാണ് ഇവിടെയുള്ള ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒരു ഇവ എന്ന് പറഞ്ഞ ഒരു യുണീക്ക് വുമൻ സേവിങ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പോയിന്റ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു സംരംഭം അവർ തുടങ്ങിയിട്ടുണ്ട് ഇവ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് അവർ തിരഞ്ഞെടുത്തേക്കുന്ന ആരാണ്? സ്മൃതി മന്ദാന. ഓക്കെ, അപ്പോൾ സ്മൃതി മന്ദാന ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഓക്കെ, വുമൻസ് ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന ഒരു കളിക്കാരിയാണ്. ഓക്കെ, ഷീസ് എ പ്ലെയർ. ഓക്കെ, വുമൻസ് പ്ലെയർ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, സ്മൃതി മന്ദാന ആണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ നോക്കുന്നത് തന്നെയാണ് HDFC ബാങ്ക് ഹാവ് സ്റ്റാർട്ടഡ് എ ക്യാമ്പയിൻ മൂവ് ബന്ദ് റഖോ. ഓക്കെ, ടു ഇൻക്രീസ് അവയർനെസ് ഓഫ് സൈബർ ക്രൈംസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സൈബർ ക്രൈംസ് ഒത്തിരി കൂടുവാണ്. ഓക്കെ, അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് HDFC ബാങ്ക് ഒരു അവയർനെസ് ആയിട്ട് ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നതിനാണ് മൂവ് ബന്ദ് റഖോ. ഓക്കെ, അപ്പോൾ അത് ഹിന്ദിയിലാണ് അല്ലേ. മൂവ് ബന്ദ് റഖോ എന്നെ മിണ്ടാതിരിക്കുക അല്ലേ, വായി മൂടി മിണ്ടാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഹിന്ദിയിലാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതിനാണ് ഈ ക്യാമ്പയിൻ ആരാ സ്റ്റാർട്ട് ചെയ്തെന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്നാണ് മൂവ് ബന്ദ് റഖോ എന്ത് അവയർനെസ് കൊടുക്കാനാണ് അല്ലെങ്കിൽ എന്തിൻ്റെ അഗെയിൻസ്റ്റ് ആണെന്ന് ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സൈബർ ക്രൈമിൻ്റെ അഗെയിൻസ്റ്റ് അല്ല അതിനെ പറ്റിയുള്ള അവയർനെസ് പീപ്പിളിന് കൊടുക്കാൻ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആരാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? HDFC ബാങ്ക് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. അടുത്ത തന്നെയാണ് HDFC ബാങ്ക് ആൻഡ് ICICI ബാങ്ക് ഹാവ് സൈൻഡ് ആൻ MOU ടു എംപവർ SMEs ആൻഡ് സ്റ്റാർട്ടപ്സ് അല്ലേ. SME എന്നാണ് സ്മോൾ മീഡിയം എൻ്റർപ്രൈസസും സ്റ്റാർട്ടപ്സിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി HDFC ബാങ്കും ICICI ബാങ്കും ഒരു MOU എന്നാണ് സൈൻ ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ആരൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ്? സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെയും സ്റ്റാർട്ടപ്സിനെയും. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ചെയ്തേക്കുന്നത്? ഏതൊക്കെ 2 ബാങ്ക്സ് ആണ്? HDFC ആൻഡ് ICICI ബാങ്കാണ്. ഓക്കെ, അടുത്തത് അല്ല ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാണ് RBI ഹാസ് ബിക്കം ദ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ടു ഹാവ് 1 million ഫോളോവേഴ്സ് ഇൻ ട്വിറ്റർ. ഓക്കെ, ട്വിറ്ററിൽ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, ടു ഹാവ് 1 million ഫോളോവേഴ്സ് ഇൻ ട്വിറ്റർ. ഓക്കെ, അപ്പോൾ അത് ഈയിടെ പേപ്പറിലൊക്കെ ഒത്തിരി വന്നതാണ്, എക്സാമിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. RBI ആണ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് തന്നെയാണ് ട്വിറ്ററിൽ 1 million ഫോളോവേഴ്സ് ആയി. ഓക്കെ, അപ്പോൾ അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നോക്കാം അല്ലേ. മൂഡി ആൻഡ് ഗോൾഡ്മാൻ സാക്സ് ഹാസ് പ്രെഡിക്റ്റഡ് ഇന്ത്യസ് GDP ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 8.9 ഫോർ ദ ഇയർ 2020. ഓക്കെ, അപ്പോൾ എന്നാണ് കറണ്ട് ഇയറിനാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം കറണ്ട് ഇയറിനാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇതെന്നാണ് -8.9 ആണ് ശരിക്കും. ഓക്കെ, ഇത് 8.9 നമ്മൾ പറയുമ്പോൾ -8.9 ആണ് അവർ പ്രെഡിക്റ്റ് ചെയ്തേക്കും. ഓക്കെ, ഇതിന് മുമ്പ് അവർ പ്രെഡിക്റ്റ് ചെയ്തത് എത്രയായിരുന്നു? -9.6% ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്.
ഓക്കെ. അപ്പോൾ ഇതിനു മുമ്പ് അവർ പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ എത്രയായിരുന്നത്, GDP ഗ്രോത്ത് റേറ്റ് -9.6 ആണ് പറഞ്ഞത് അല്ലേ. പക്ഷേ ഇപ്പോൾ അവർ പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ അത് എത്രയായി, -8.9. ഓക്കെ. അപ്പോൾ നമുക്കറിയാം അല്ലേ, കോവിഡ് ടൈംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് ഒത്തിരി കുറവാണ്. ഓക്കെ. പക്ഷേ അത് പിക്കപ്പായി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പിക്കപ്പായി വരുന്നുണ്ട്. ഇപ്പോൾ അത് എത്രയാണ്, കറൻ്റ്ലി -8.9% ആണ്. ഓക്കെ. അപ്പോൾ അത് എക്സാമിൽ ചോദിക്കാറുണ്ട്. ജസ്റ്റ് നോക്കുക ഏത് ഏജൻസീസാണിത് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത് നോക്കുക കേട്ടോ. അതിൽ നിന്ന് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവറാണ് എക്സാമിന്. ഓക്കെ. മെയിൻസ് എക്സാമിന് ഷുവറായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. എത്രയാണ്, -8.9 ആണ് ഫോർ ദി ഇയർ 2020. ഓക്കെ. ഇനി നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിന്റിലോട്ട് പോവാണ്. എന്നാണ് LIC ലോഞ്ച് ആനന്ദ. ഓക്കെ. അപ്പോൾ ആനന്ദയുടെ സിഗ്നിഫിക്കൻസ് എന്നാന്ന് വെച്ചാൽ LICയുടെ ഇത് ഫസ്റ്റ് ഡിജിറ്റൽ ആപ്ലിക്കേഷനാണ്. ഓക്കെ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഇതെന്നാണ് LIC. ഓക്കെ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ. ഓക്കെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ആണ് എന്നാണ് ആനന്ദ്. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ അബ്രിവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം, അറിയാത്തവരൊന്ന് നോട്ട് ചെയ്തേക്കാം. എന്നാണ് ആത്മനിർഭർ. ഓക്കെ. ആത്മനിർഭർ ന്യൂ ബിസിനസ് ഡിജിറ്റൽ ആപ്പ്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്നാണ് ആനന്ദൻ്റെ അബ്രിവേഷൻ. എന്നാണ് ആത്മനിർഭർ ഏജൻസ് ന്യൂ ബിസിനസ് ഡിജിറ്റൽ ആപ്പാണ് ആനന്ദയുടെ അബ്രിവേഷൻ. ഓക്കെ. അപ്പോൾ ഇത് ആർക്കായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്, ഏജൻസിനാണ്. ഓക്കെ. LIC ഏജൻസിന് വേണ്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും അല്ലേ, കസ്റ്റമേഴ്സുമായിട്ട് കുറച്ചുകൂടി അല്ലേ. ഇപ്പോൾ ഒരു ഏജൻ്റ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ഏരിയയിൽ ആർക്കെങ്കിലും അല്ലേ LIC എടുക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും പോളിസീസ് LIC ബേസ്ഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും, അവർക്ക് ഇവരുമായിട്ട് ഈ ആപ്ലിക്കേഷൻ വഴി കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അവരുടെ ഏജൻസിൻ്റെ അല്ലേ, നേരത്തെ എങ്ങനെയാണ്, ഇപ്പോഴത്തെ രീതി എങ്ങനെയാണ്, അവർ ഓരോ വീട് തോറും പോയി അല്ലേ, അങ്ങനെ ഹൗസ് ടു ഹൗസ് പോയാണ് അവർ ഏജൻസി അല്ലേ പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നു അല്ലെങ്കിൽ പോളിസി എടുപ്പിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അവരുടെ കാര്യങ്ങൾ അല്ലേ അവർക്ക് കുറച്ചുകൂടി ഈസിയാണ്, പ്രോസസ്സ് കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ. അപ്പം അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ എക്സാമിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. ഹൂ ലോഞ്ച് ആനന്ദ. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്നായിരിക്കും, LIC ആയിരിക്കും അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഈ LIC എന്ന് ചോദിക്കാൻ പറ്റിയ LICയുടെ പ്രസൻറ്റ് ചെയർമാൻ ആരാന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ആരാണ് പ്രസൻറ്റ് ചെയർമാൻ, MR കുമാറാണ്. ഓക്കെ. അപ്പോൾ അത് നോട്ട് ചെയ്തേക്കാം. സോ ഈസ് ദ പ്രസൻറ്റ് അല്ലെങ്കിൽ കറണ്ട് LIC ചെയർമാൻ ആരാണ്, MR കുമാർ. ഓക്കെ. ഇപ്പോൾ സ്റ്റാറ്റിക് പാർട്ടിയിൽ നിന്ന് നമ്മൾ നോക്കി, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡും ഈ ഒരു പോയിന്റിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നോക്കി. ഓക്കെ. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. ഓക്കെ. അപ്പം ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സക്സസ് അക്കാഡമി കൊച്ചി ഈ യൂട്യൂബ് ചാനലിന് സബ്സ്ക്രിപ്ഷൻ കൂട്ടുക. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ ചാനലാണ് അല്ലേ, സബ്സ്ക്രൈബേഴ്സായി നിങ്ങളുടെ ചാനലാണ്. അപ്പോൾ നിങ്ങളാണ് ഈ ചാനലിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ഈ വീഡിയോനെ വൈറലാക്കുക. ഓക്കെ. വൈറൽ ഉദ്ദേശിക്കുന്നതിനാണ് കൂടുതൽ പേരുമായിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് ആശിഷ് മാത്യു സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.